ഹായ്, ജലീൽ ഫ്രം വിയാചോക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിറ്റാമിൻ സിയുടെ ആവശ്യം. ഇപ്പോഴും നമ്മൾ ചൂടുകാലമായതിനാൽ പലതരം നല്ല ദാഹമുള്ള സമയമാണ്. അപ്പോൾ അതിനെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം ദാഹശമനികൾ നിങ്ങൾ സാധാരണ കഴിക്കാറുണ്ട്. പക്ഷെ അതിലേറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ലൈം ജ്യൂസാണ്. ലൈം ജ്യൂസ് വളരെ നല്ലൊരു വിറ്റാമിൻ സി ആണ്, നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ വിയർക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് കുറച്ച് ഉപ്പിട്ടിട്ട് ലൈം ജ്യൂസ് കുടിക്കുന്നതായിരിക്കും അതിനേക്കാൾ ഉത്തമം. ലൈം ജ്യൂസിൻ്റെ വേറൊരു പ്രത്യേകത, വിറ്റാമിൻ സി ഉള്ള ഭക്ഷണം ഏത് കഴിച്ചാൽ, ലൈം ജ്യൂസ് ആയാലും ഇനി മുസംബി ജ്യൂസ് ആയാലും അംല ജ്യൂസ് ആയാലും അങ്ങനെയുള്ള സിട്രിക് ഫ്രൂട്ട്സിൻ്റെ ഏത് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു വലിയ ഗുണമാണ്, ബോഡിയിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അയൺ അബ്സോർപ്ഷൻ കൂടും. കാരണം നോൺ ഹീം അയേണ് ലൈക്ക് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും കിട്ടുന്ന അയേണ് സാധാരണഗതിയിൽ ബോഡി ആഗിരണം ചെയ്യാറില്ല. അത് ബോഡി അബ്സോർപ്ഷൻ വളരെ കുറവാണ്, 2 to 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് ഡെയിലി നിങ്ങൾ സിട്രിക് ഫ്രൂട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ജ്യൂസ് കഴിക്കുന്നത് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഉപകാരങ്ങൾ കാണും. കാരണം വിറ്റാമിൻ സി നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിരോധ ശക്തി കൂടും. അതേമാതിരി തന്നെ സ്കിന്നിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ശീലമാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുകൂടി ഈ സമയത്ത് പറയുന്നു. താങ്ക് യു. ജലീൽ ഫ്രം വിയാചോക്ക്.